2024 നീറ്റ് വളരെ നിർണായകമായിരുന്നു. നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥികൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെയായിരുന്നു. രാജ്യാന്തര തലത്തിൽ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ റിസൾട്ടുകൾ ശ്രദ്ധയാകർഷിച്ചു. അതിനു പിന്നിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ബ്രില്യൻറ്റിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ തന്നെയാണ്. 2024 നീറ്റിൽ എണ്ണം പറഞ്ഞ് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കേരളത്തിന് അഭിമാനമായി മാറിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന സ്കോർ 720-ൽ 720 എന്ന സ്കോർ കരസ്ഥമാക്കി ബ്രില്യൻറ്റിന് അഭിമാന താരമായ 4 വിദ്യാർത്ഥികളായിരുന്നു അതിലൊരാൾ അഭിഷേക് വിജയ് ജിപ്മർ പോണ്ടിച്ചേരി എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം ഒരുപാട് നന്ദിയോടുകൂടി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒക്കെ അറിയാൻ ആഗ്രഹം ജിപ്മർ പോണ്ടിച്ചേരിയിൽ എത്തിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഇയർ MBBS ലൈഫിനെ കുറിച്ചിട്ടാണ്. ജിപ്മർ പോണ്ടിച്ചേരിയെ കുറിച്ചും ഒക്കെ നമുക്ക് പറയണം. അപ്പോൾ തീർച്ചയായിട്ടും അഭിഷേക് തുടങ്ങിക്കോ. ഞാൻ സെപ്റ്റംബർ 2 തീയതിയായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിരുന്നത്. അപ്പോൾ ഞാനന്ന് അവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം ആഗ്രഹം നടന്നു. അതെ, സ്വപ്നം കണ്ട മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ എത്തി നിൽക്കുകയാണ് അല്ലെ? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് അവർ ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു. ഫൗണ്ടേഷൻ കോഴ്സൊക്കെ അവര് നല്ലൊരു പ്രോഗ്രാം ആയിട്ട് അവരത് കണ്ടക്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബെർലിനിൽ എങ്ങനെയാണോ നിന്നത് അതുപോലെ കുറച്ച് നാള് നിൽക്കേണ്ടി വരും. കാരണം നല്ല ടൈറ്റ് ആയിട്ടാണ് ആദ്യം ക്ലാസ് തുടങ്ങിയിരുന്നത്. നമുക്ക് അത് കുറച്ച് നാൾ അങ്ങോട്ട് പഠിത്തത്തിൽ നിന്ന് മാറി നിന്നോണ്ട് ആ ഒരു ഫ്ലോ പോയതുകൊണ്ടാണോന്നറിയില്ല. പക്ഷെ ആദ്യത്തെ കുറച്ച് നാള് നമ്മള് ബ്രില്യനിൽ എങ്ങനെയാണോ ഇവിടെ എത്താൻ വേണ്ടി പഠിച്ചത് അതേപോലെ പഠിച്ചാലേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രില്യൻറ്റിൽ നിന്ന് അത്തരത്തിലൊരു അറ്റ്മോസ്ഫിയർ എക്സ്പോഷർ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് തന്നെ പുതിയൊരു സ്ഥലത്തേക്ക്, അതായത് ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് മാറിയപ്പോഴും ആ ഒരു ബ്രില്യൻറ്റിൽ നിങ്ങൾ പഠിച്ച് പരിശീലിച്ച് അതേ രീതി തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നുമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പക്ഷേ ചിലപ്പോൾ പറയും ഒരു പീരീഡ് ശരിക്കും ഒരു കുറച്ച് സ്ട്രെസ് പീരീഡാണ്, കുറച്ച് സ്ട്രെസ് ഉണ്ടെന്നൊക്കെ പറയുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു തോന്നലിനും ചിന്തയ്ക്കും ഒക്കെയുള്ള ഒരു ഉത്തരം കൂടിയാണ് അഭിഷേക് വിജയ് പറഞ്ഞത്. അതെ, ശരിയാണ്. നമ്മള് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പേടി എന്താന്ന് വെച്ചാൽ ഇത്രയും കോമ്പറ്റീഷൻ ആണ്. നമ്മുടെ നിലനിൽപ്പ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആ ഒരു പേടി വെച്ചിട്ടാണ് നമ്മള് അത്രയും ടെൻഷനും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മള് ഒരു ബെസ്റ്റ് ഓഫ് അവർ സെൽഫ് അങ്ങനെ നിക്കണം എന്നൊരു തോന്നൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു സ്ട്രെസ് ഇല്ല, പക്ഷെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് കൂളായിട്ട് തന്നെ പോവാം. പക്ഷെ കുറച്ച് എഫേർട്ട് ഇട്ടേ പറ്റൂ. ആ എഫേർട്ടിനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയൊരു ലോകം, ഇതുവരെ കാണാത്തൊരു ലോകം അല്ലെ? പാൻ ഇന്ത്യൻ സർക്കിൾസിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെ? ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളാദ്യം, അതായത് കേരളത്തിൽ നിന്ന് എത്തുന്ന വിദ്യാർത്ഥി ഒരു പക്ഷെ ജിപ്മറിലേക്ക് ചെന്നൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതിനോടൊപ്പം തന്നെ ആദ്യം കണ്ടെത്തുക മലയാളികൾ എത്ര പേരുണ്ട്, മലയാളി സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമോ അല്ലെ? ഫാക്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അഭിഷേകും അവിടെ ചെന്നിട്ട് ഇതുപോലെ മലയാളികളെയൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ എത്ര മലയാളികളുണ്ട് ഇപ്പൊ ജിപ്മറിലെ ഫസ്റ്റ് ഇയറിൽ? ഞങ്ങളുടെ ബാച്ചിൽ 29 പേരുണ്ട്. പക്ഷെ ഇപ്പം ടോട്ടൽ ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ ഒരു 180 റേഞ്ച് ആൾക്കാരുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ ഏതാണ്ട് ഒരു 180-ലൊരു 30ഓളം. പക്ഷെ ഞങ്ങള് ജിപ്മർ ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ എവിടെ നോക്കിയാലും എല്ലാ സ്റ്റാഫും മലയാളിയാണ്. അവിടെ ഇപ്പം ഞങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറിയപ്പോ അവിടെ നിന്ന ഡോക്ടർമാരെല്ലാം മലയാളികളാണ്. പിന്നെ എനിക്കൊരു പനി വന്ന് ഞാൻ അവിടെ നിന്നപ്പോഴും എന്നെ കണ്ടത് മലയാളി ഡോക്ടറാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം തരുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ എത്തിയതിൽ എത്ര ബ്രില്യന്റിയൻസ് ഉണ്ട് കൂടെ? ഒരു 25ഓളം പേര് ഞങ്ങളുടെ ബാച്ചിലുണ്ട്. ബ്രില്യന്റിലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. 29 മലയാളി വിദ്യാർത്ഥികൾ ഉള്ളതിൽ 25ഓളം ബ്രില്യന്റിയൻസ് ആണ് ജിപ്മർ പോണ്ടിച്ചേരിയിൽ ഫസ്റ്റ് ഇയർ എത്തിയത്. സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ബ്രില്യന്റിയൻസിനെ കാണാനുള്ള അവസരം ലഭിച്ചില്ലേ? സീനിയേഴ്സ് ഒക്കെ ഒരുപാട് പേരില്ലായിരുന്നോ? അവരൊക്കെ കണ്ട് സംസാരിച്ചോ? അവരെ കണ്ടുമുട്ടിയിരുന്നു, സംസാരിച്ചു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ജിപ്മർ എന്ന് പറയുന്ന ഒരു ക്യാമ്പസിനെ കുറിച്ച്, അത് നമ്മൾ കേട്ടറിഞ്ഞത് ഒന്നാണ്, നമ്മൾ അനുഭവിച്ചറിയുന്നത് മറ്റൊന്നാണ്. അത് ഒരുപാട് മനോഹരമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിഷേകിന് പറയാനുള്ളത്? ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്
പോണ്ടിച്ചേരി ആ ഭാഗങ്ങളിൽ അത്ര പൊതുവെ പച്ചപ്പില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ജിപ്മറിന്റെ ക്യാമ്പസിൽ കയറി കഴിഞ്ഞാല് അവര് ഏതെങ്കിലും ഒരു സ്ഥലം ഓപ്പൺ ആയി കിടപ്പുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു മരമോ അല്ലെങ്കിൽ ഒരു ചെടിയോ അങ്ങനെ എന്തെങ്കിലും പച്ചപ്പിന്റെ നമുക്ക് കേരളം പോലെ തോന്നും. ക്യാമ്പസിനകത്ത് കയറി നമുക്ക് കേരളം പോലെ തോന്നും. പിന്നെ ഇപ്പം ഒരുപാട് ബിൽഡിങ്ങുകൾ അതിന്റെ ഇടയ്ക്കുണ്ട്, ഹോസ്പിറ്റൽ ബിൽഡിങ്ങും അതെല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട് സ്ഥലം ഫുള്ള് ഗ്രീൻ ആക്കാൻ. പിന്നെ ക്ലെൻലിനെസ് നല്ല പോലെ ഉണ്ട്. നമ്മളിപ്പം വഴി കൂടെ ഒക്കെ നടന്നു പോകുമ്പോഴും അങ്ങനെ വേസ്റ്റ് ഒന്നും കാണാറില്ല. പിന്നെ ഹോസ്റ്റലെല്ലാം ഒരൊറ്റ ഏരിയ അല്ല എല്ലാവരുടെയും കൂടെ. അപ്പൊ അതിനൊരു സെക്യൂരിറ്റി, അതിൻ്റെതായ ഒരു സെക്യൂരിറ്റി ഗുണവും ഉണ്ട്. കാരണം ആക്സസ് ചെയ്യാൻ ഒരു റൂട്ടേ ഉള്ളൂ. അപ്പൊ ആ വഴി കയറുന്നത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, ഏത് വാഹനം പോയാലും മോണിറ്റർ ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിന്റെ ആ ഭാഗം വേറൊരു ഏരിയയിലോട്ട് മാറി നിൽക്കുക. അപ്പം വേറെ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രമേ ആ ഒരു ഹോസ്റ്റലിന്റെയും പഠിക്കുന്ന അക്കാഡമിക് സെന്ററിന്റെ ഏരിയയിലേക്ക് വരത്തുള്ളൂ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ജിപ്മർ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഈ മെഡിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതിൽ വെച്ച് ടോപ്പ് നോച്ച് ഫെസിലിറ്റീസ് ഒക്കെ ആയിരിക്കില്ലേ? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിഷേകിന് പറയാനുള്ളത്? ഞങ്ങൾക്കിപ്പം ഹോസ്റ്റൽ സംവിധാനം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് ഒരു റൂമിൽ 2 പേര് വെച്ച് ആണ് താമസിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇയേഴ്സ് മാത്രം ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾക്ക് ബോയ്സിന്. ഗേൾസിന് പക്ഷെ മിക്സഡ് ആണ്. പിന്നെ ബാക്കി സ്പോർട്സ് സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ അവര് തന്നെ സിന്തറ്റിക് ടർഫ് അവരുടെ തന്നെ ഉണ്ട്, കോളേജിന്റെ തന്നെ ഉണ്ട്. പിന്നെ ടേബിൾ ടെന്നീസ് കോർട്ട് ഉണ്ട്, പിന്നെ സാധാ ടെന്നീസിന്റെ കോർട്ടുണ്ട്, പിന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള കോർട്ടുണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ ഇച്ചിരി മാറിയാണ് പക്ഷെ എന്നാലും സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്, അവിടാണ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പം നോർമലി അവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഹോക്കി മാച്ച് ഒക്കെ വരുമ്പോൾ ഹോക്കി കളിക്കാം. പിന്നെ ഇപ്പൊ ഞങ്ങക്ക് ഇയർലി ഫെസ്റ്റ് ഉണ്ട്, സ്പന്ദൻ എന്ന് പറയുന്ന ഫെസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഫെസ്റ്റ് നടത്താനും മെയിൻ സ്റ്റേജ് ഗ്രൗണ്ട് ആയിരിക്കും. പിന്നെ അക്കാഡമിക്സ് സെന്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ അവര് ഓരോ ഫ്ലോർ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങൾ ഫസ്റ്റ് ഇയറുകാരുടെ. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോർ അനാറ്റമി, ഫസ്റ്റ് ഫ്ലോർ ഫിസിയോളജി, അങ്ങനെ കയറി പോയ ചെയ്യുക. പിന്നെ ഏറ്റവും മേളത്തെ ഫ്ലോറിൽ എക്സാമിനേഷന് മാത്രമായിട്ടുള്ള. ഒരു MBBS സ്റ്റുഡന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ നമ്മൾ ഡോക്ടറായിട്ട് മനസ്സുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? എന്നിട്ടാണ് നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഡെസ്റ്റിനേഷൻ അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജിപ്മറിൽ എത്തി നിൽക്കുന്ന ഡോക്ടർ അഭിഷേക് വിജയ്ക്ക് എന്താണ് ഇനി പറയാനുള്ളത് ജിപ്മറിനെ കുറിച്ച്? അവിടെ കാണുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു വലിയൊരു സേവനം അനുഷ്ഠിക്കുന്ന ബ്ലെസ്ഡ് ഒരു ജോലി ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അവിടെ കാണുന്ന, നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നതൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും മനസ്സിനെ സ്വാധീനിക്കുന്നൊക്കെ അല്ലെ? ആസ് എ ഡോക്ടർ പെർസ്പെക്റ്റീവ് അങ്ങനെ ജിപ്മറിൽ വെച്ച് അഭിഷേക് വിജയെ സ്വാധീനിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്ത് പറയും? ഞങ്ങൾക്ക് ഇപ്പൊ ഫൗണ്ടേഷൻ കോഴ്സിന്റെ സമയത്ത് തന്നെ എയർലി ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു പേഷ്യന്റ് അവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിന്റെ കൂടെ നിന്നിട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പം ആ ഒരു സംഭവത്തിൽ നമ്മൾ ഇൻവോൾവ് ആയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളൊരു ജോലി ചെയ്യുന്നതിലുപരി അവർക്ക് ഒരു വളരെ വലിയൊരു സഹായമായി മാറാൻ പറ്റൂ എന്നുള്ളത്. അവർക്ക് ഇപ്പൊ ജിപ്മറിൽ പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവിടെ തന്നെ അവരിപ്പോ ഒരുപാട് കൂടിയിരിക്കുന്ന കാരണം പേഷ്യന്റിനെ മാത്രമേ ബിൽഡിങ്ങിനകത്ത് മിക്കവരെയും കയറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരെ പുറത്ത് അറ്റൻഡീസിന് ഇരിക്കാൻ ഒരു ഏരിയ ഉണ്ട്, ഒരു വലിയ ഏരിയ ഉണ്ട്. അവിടെ അറ്റൻഡീസിനെ ഇരുത്തിയിട്ട് ഈ പേഷ്യൻസിനെ മാത്രമേ അകത്തോട്ട് കയറ്റി വിടാറുള്ളൂ. അപ്പം പേഷ്യൻസിന് പൊതുവെ അസിസ്റ്റൻസ് കിട്ടാൻ പാടാണ്. കാരണം ബോർഡ് വായിച്ചു പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെ കയറി പോവാം, അല്ലാത്തവർ പിന്നെ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡോക്ടർമാരെയും സെക്യൂരിറ്റിമാരെയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ പേഷ്യന്റിന് ഒരുപാട് ആവശ്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ശരിക്കും ആലോചിക്കും നമ്മളിപ്പം അവരുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ആ സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേർന്നേനെന്ന്. പക്ഷെ ആ ഒരു അനുഭവത്തിലൂടെ മനസ്സിലായി ഇതില് ഒരു ജോലി എന്നതിലുപരി കുറെ കാര്യങ്ങൾ വേറെയും ഉണ്ടെന്നുള്ളത്. ബ്രില്യന്റിലെ ടോപ്പർ ആയിരുന്നു അഭിഷേക് വിജയ്. തീർച്ചയായിട്ടും ബ്രില്യന്റ് ടോപ്പർ ജിപ്മർ പോണ്ടിച്ചേരിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ഒരു പരിധി വരെ അവരിപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, അത് അവർക്ക് ഇതുപോലെ ഒരു MBBS അഡ്മിഷനൊക്കെ കിട്ടിയ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നായിരിക്കും അഭിഷേക് വിജയ് മനസ്സിലാക്കിയത്? ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, പ്രത്യേകിച്ച് ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് കാര്യം അറിയാമെങ്കിലും അത് എപ്പോഴെങ്കിലും നമ്മുടെ മുന്നിൽ കടന്നു പോകും. ഈ സിലബസിൽ, MBBS സിലബസിൽ അത് എപ്പോഴാണെന്നുള്ളതിനകത്തേ ഉള്ളൂ ഒരു പ്രശ്നം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോളജി തന്നെ നമ്മൾ +1-ലും +2-ലും പഠിക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ കടന്നു പോകും.
അതിൽ ഈ ബോട്ടണി മാത്രം അത്രയും വരത്തില്ല നമ്മള്. പക്ഷെ സോളജി ഫുള്ള് നമ്മള് +1 +2 സോളജി പഠിച്ച എല്ലാം ഫസ്റ്റ് ഇയർ MBBS-ലും വരുന്നുണ്ട്. പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന പാഠമുണ്ട്. അപ്പൊ അതിനകത്ത് കെമിസ്ട്രിയിലെ കുറെ കൺസെപ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ട്രക്ചർ ഒന്നും അങ്ങനെ പഠിക്കണമെന്നില്ല, പക്ഷെ അതിന്റെ തിയറി അറിഞ്ഞിരിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ ഫിസിയോളജി അതിനകത്ത് കുറെ ഫിസിക്സ് വരും. നമ്മള് പഠിക്കുന്ന കുറെ ഫോർമുല അതിനകത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പ്രോബ്ലം ആയിട്ട് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അവര് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ തിയറി കൺസെപ്റ്റ് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വരുന്നുണ്ട്, ഫിസിക്സും വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പം ബയോളജി തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അനാട്ടമി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആകുമ്പോൾ പിന്നെ നമ്മളെ ബോഡി ഫുള്ള് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് ഇച്ചിരി വ്യത്യസ്തമാണ്. കാരണം നമ്മള് വിചാരിക്കും അതാണ് ശരിക്കുമുള്ള ബയോളജി എന്ന്. പക്ഷെ നമ്മള് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി NCERT-യിൽ പഠിക്കുന്ന ആ ബയോളജിയിൽ നിന്ന് ഒരുപാട് കണ്ടന്റ് അധികമുണ്ട് അനാട്ടമിയിൽ. അപ്പം എല്ലാവർക്കും പൊതുവെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പം അനാട്ടമി ഫോളോ ചെയ്യാനായിരിക്കും ഏറ്റവും പാട്. 2024 ടോപ്പറായിരുന്നു അഭിഷേകം. പഠിക്കുന്ന കാര്യത്തിലും ഓരോ സമയങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഒരു എയിം വെച്ച് മുന്നേ പോയി, പ്ലാൻ വർക്കൗട്ടായി, ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശനം നേടിയ മിടുക്കനാണ് അഭിഷേക്. 2025-ലും നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇതുപോലെ തന്നെ മുൻപന്തിയിലെത്തി അവർ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജുകളിലൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ. ഇനി അവരുടെ മുൻപിലുള്ളത് ഏകദേശം 4-5 മാസങ്ങൾ മാത്രമാണ്. അപ്പോൾ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇനിയുള്ള സമയങ്ങൾ എങ്ങനെ ഞങ്ങൾ പഠിക്കണം. കുറച്ച് തെറ്റുകളൊക്കെ സംഭവിക്കുന്നവരുണ്ട് പഠിക്കുന്ന സമയത്ത്, ചോദ്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴും. അപ്പോൾ കുറച്ച് പേരൊക്കെ പാനിക് ആവുകയാണ്. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. കിട്ടുമോ എന്നുള്ളൊരു ഭയം, ഞങ്ങൾ ഇനി പഠിച്ചതെന്ന് പോലെ എങ്ങനെ ഒന്നുകൂടെ എങ്ങനെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അഭിഷേകും ഇതിലൂടെ ഒക്കെ തന്നെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിമിഷം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ള വിദ്യാർത്ഥികളോട് എങ്ങനെ ഇനിയുള്ള മാസങ്ങളിൽ പഠിക്കണമെന്നാണ് അഭിഷേകിന് പറയാനുള്ളത്? ഇപ്പോൾ 2024 നീറ്റിന്റെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു നിലവാരത്തിൽ തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ലെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും നമ്മള് എത്ര നിലവാരത്തിൽ പഠിച്ചാലും കുറച്ചുകൂടെ നിലവാരം കൂട്ടി നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ വെക്കുന്നതാണ് ഏറ്റവും സേഫ്. കാരണം അടുത്ത വർഷം എങ്ങനെ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഇപ്പം നമുക്ക് ഒരു പെൻഡിങ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങള് സമയം ഉണ്ടെങ്കിൽ നോക്കാം. അത് പാനിക് ആവേണ്ട ആവശ്യമില്ല. പെൻഡിങ് ആണ് എന്നും പറഞ്ഞ് ഒരു കാര്യം പാനിക് ആയി കഴിഞ്ഞാൽ നമുക്കത് ഒരു സമയത്തും അത് തീർക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ ക്രിസ്മസ് അവധി വരുന്ന സമയത്താണേലും ക്രിസ്മസ് അവധിക്ക് പറ്റുന്ന പോലെ നോക്കാനേ ഞാനും പറയത്തുള്ളൂ. കാരണം അവധി കിട്ടുമ്പോൾ നമ്മള് അങ്ങനെ അങ്ങ് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സ്ട്രെയിൻ ആയി പോയില്ലേ. പക്ഷെ നമ്മൾ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഫുൾ പവറിൽ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാ. പിന്നെ JEE വരുന്ന എക്സാം എഴുതുക. അപ്പം JEE എക്സാം എഴുതുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി നമ്മൾ എവിടാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അത് ഞാൻ പറയാൻ കാരണം, നമ്മൾ ബ്രില്യൻ്റ് എക്സാം ആദ്യം എഴുതുമ്പം നമുക്കൊരു ടെൻഷൻ കാണും. കാരണം OMR അത്ര എഴുതി പരിചയമില്ലാത്തതുകൊണ്ട്. പക്ഷെ നമ്മൾ ആഴ്ച ബ്രില്യൻ്റ് എക്സാം എഴുതി ലാസ്റ്റ് നമുക്ക് ബ്രില്യൻ്റ് എക്സാമിന് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ആദ്യമേ ഒരു എൻട്രൻസ് എക്സാമിന് ചെന്ന് കയറുമ്പോൾ അവരാദ്യം നമ്മളെ ഫ്രിസ്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു ഹോളോഗ്രാം ഒട്ടിച്ചു തരുന്നു. ഹാൾ ടിക്കറ്റും കൊണ്ട് നമ്മളൊരു അറിയാത്ത സ്ഥലത്ത് പോയി ഇരിക്കുന്നു. അറിയാത്ത ആൾക്കാർ നടന്നു പോകുന്നു. നമുക്ക് ഇതുവരെ പോയിട്ടില്ലാത്ത പ്രൊസീജിയർ പോലെ നമുക്ക് തോന്നും. നമ്മൾ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നടക്കുന്നതെങ്കിലും നമ്മൾ അതേപോലെ തന്നെ OMR വാങ്ങിക്കുന്നു, OMR ഫില്ല് ചെയ്യുന്നു. ഇപ്പൊ JEEക്കാണെങ്കിൽ OMR അല്ല, കമ്പ്യൂട്ടറിലാണ്. പക്ഷെ കമ്പ്യൂട്ടറിലാണെങ്കിൽ പാസ്വേഡ് അടിക്കുന്നു, കയറുന്നു. പക്ഷെ എല്ലാം ഒരേ രീതി ആണെങ്കിലും നമ്മൾ ശരിക്കുള്ള ഒരു എക്സാം എഴുതുമ്പം, ശരിക്കുള്ള ആ ഡയറക്റ്റ് എൻട്രൻസ് എക്സാമിൽ എഴുതുമ്പം അത് വേറൊരു ഫീൽ അനുഭവിക്കണം. അത് JEE അനുഭവിച്ചാലേ നീറ്റിന് കോൺഫിഡൻസ് കിട്ടും. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നീറ്റ് ഇപ്പൊ ഞാൻ റിപ്പീറ്ററാണ്. റിപ്പീറ്റർമാർക്ക് പിന്നെ ഒരുവിധം നല്ല അറിയാം എങ്ങനെയാണ് നീറ്റിന്റെ പ്രൊസീജിയർ പോകുന്നതെന്നുള്ളത്. അല്ലാതെ ഇപ്പം ഫസ്റ്റ് ചാൻസലർക്ക് അത് കേട്ടത് വലിയ കാണും. പിന്നെ ബ്രില്യൻ്റിൽ അതേപോലെ അതാണ് ഞാൻ പറഞ്ഞത്. ബ്രില്യൻ്റിൽ അതേപോലെ ചെയ്യിച്ചാലും നമ്മൾ ശരിക്കുള്ള എക്സാമിന് കയറുമ്പോൾ ചെറിയൊരു നമുക്ക് തന്നെ ഒരു നെർവസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഒരു എൻട്രൻസ് എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു പ്രാക്ടീസോ ഇങ്ങനെ ഒരു ശരിക്കും ഒരു ഫ്രിസ്കിങ് ഒക്കെ കഴിഞ്ഞ് ഒരു കറക്റ്റ് സ്റ്റെപ്പിലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തന്നെ ഒരു തീരാറായി, ഇനിയിപ്പം പറ്റുന്നത്രയും നോക്കണം, ആ ഒരു രീതിയിലേക്ക് നമുക്ക് തോന്നും. അപ്പോൾ ഏറ്റവും സംഭവിക്കുന്ന പ്രശ്നം ഒന്ന് ഉറക്കം നശിപ്പിക്കൽ. 6 മണിക്കൂർ താഴെ ഉറങ്ങി
1 മണിക്കൂറെങ്കിലും കൂടെ അധികം എടുത്ത് പഠിക്കുക എന്നുള്ളൊരു തോന്നല്. ഓക്കെ. പക്ഷെ അതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുവാണ്. നമ്മളൊരു 6 മണിക്കൂർ മിനിമം ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിന് നല്ല ഡാമേജ് വരും. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും കണ്ണ് നമ്മൾ അടുത്തുള്ള സാധനം നോക്കുകയാണെങ്കിൽ കണ്ണിന് ദൂരമുള്ള സാധനം നോക്കാനുള്ള ആ അഡാപ്റ്റീവ് പവർ കുറഞ്ഞു പോകും. അത് വെച്ച് നമുക്ക് ഷോർട്ട് സൈറ്റ് വരും കുറേ നാൾ കഴിയുമ്പോൾ. നമ്മൾ എത്രമാത്രം ബുക്ക് വായിക്കുന്നോ, ബുക്കാണെങ്കിൽ എന്താണ് അടുത്തെന്ത് സാധനം നോക്കിയാലും നമുക്ക് കണ്ണിന് പിന്നീട് പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് അതിന് ഏറ്റവും വലിയ പോകാൻ വഴി എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണിന് നല്ല റെസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണമെന്നാണ് അതാണ് എൻ്റെ ആദ്യത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കാന്ന് പറഞ്ഞാലും ടെൻഷൻ വരും. പക്ഷെ നമ്മളെ പരമാവധി നമ്മളെ മാക്സിമം കൺട്രോൾ ചെയ്യുക. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും ടെൻഷൻ വരില്ല. നമുക്ക് കിട്ടുമെന്നൊരു മനസ്സിലൊരു ഉറപ്പ് വെച്ചിട്ട് നീങ്ങുക. എക്സാം എങ്ങനെ ആവും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ചാൽ പോരെ. എക്സാം നടക്കുന്ന സമയം വരെയും കിട്ടും എന്നുള്ള രീതിയിൽ ആലോചിച്ച് മുമ്പോട്ട് പോവുക. പിന്നെ പഠിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പം മോഡൽ എക്സാം വരുന്ന സമയത്തുള്ള പ്രത്യേകത, ഇപ്പം ക്ലാസ് നടക്കുന്നതുകൊണ്ട് പകൽ സമയത്തിൻ്റെ ഒരു വലിയ ഭാഗം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുക. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ റൂമിൽ ചെന്നിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ റൂമിൽ ചെന്നിരുന്ന് ഇപ്പം പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തീരുന്നില്ലെന്ന് തോന്നും. പക്ഷെ മോഡൽ എക്സാമിൻ്റെ സമയത്തുള്ള പ്രത്യേകത, ഒരു ദിവസം 3 മണിക്കൂർ മോഡൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സമയം ഫുള്ള് നമുക്ക് കിട്ടും. അപ്പോൾ പെൻഡിങ് ആയ കാര്യങ്ങൾ ഫുള്ള് തീർക്കാനുള്ള സമയം മോഡൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കും. അത് ഒരു തവണ തീർക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഒരു തവണയും കൂടെ തീർക്കാനുള്ള സമയം കിട്ടും. അങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സമയം ഈ മോഡൽ എക്സാമിൻ്റെ സമയമാണ്. അപ്പം അതിന് മുമ്പ് തീർക്കാവുന്ന അത്ര തീർക്കാം. പിന്നെ മോഡൽ എക്സാമിൻ്റെ നടക്കുന്ന സമയത്ത് ആ സമയം കൊണ്ട് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ബ്രില്യനിലെ ഒരുപാട് മോഡൽ എക്സാമുകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അഭിഷേക്. അഭിഷേകിൻ്റെ കോൺഫിഡൻസും ഒരു പരിധിവരെ പീക്ക് ലെവലിൽ എത്തിയത്, അല്ലെങ്കിൽ 720-ൽ 715 എന്ന സ്കോർ കരസ്ഥമാക്കാൻ അഭിഷേക് വിജയ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ എത്തിച്ചതിന് പിന്നിൽ ബ്രില്യൻറ്റിൻ്റെ എക്സാമുകൾ നൽകിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ലേ? അതിനെക്കുറിച്ച് നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാനാണ്. എന്താണ് അഭിഷേകിന് പറയാനുണ്ടാവുക? ആദ്യം ഒരു ഓഗസ്റ്റ് മാസം ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് അടിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എൻ്റെ അപ്പുറത്തെ റൂമിലുള്ള ഒരു കുട്ടിയുണ്ട്, അവൻ ഒമർ എന്നാ പേര്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അഭിഷേക് നമുക്ക് കേരളത്തിൽ ഫസ്റ്റ് ഒക്കെ അടിക്കണ്ടേ എന്നിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇതൊക്കെ നടക്കുവോ. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അവൻ ആ ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ ഫസ്റ്റ് അടിക്കണം എന്ന് മനസ്സിലൊരു തോന്നലും വാശിയൊക്കെ വന്നു തുടങ്ങിയത്. അത് അവൻ ചുമ്മാ ചിലപ്പോൾ എടുത്ത് പറഞ്ഞതായിരിക്കും, പക്ഷെ എനിക്കത് നല്ലപോലെ സ്ട്രൈക്ക് ചെയ്തു മനസ്സിൽ. പിന്നെ അതിനുശേഷം ഓരോ മാസം കഴിയുന്തോറും ചില മാസം എനിക്ക് നല്ലപോലെ പഠിച്ച് കയറാൻ പറ്റുന്നുണ്ട്. അത് ടോപ്പിക് അനുസരിച്ച്. എനിക്ക് +1 അത്ര വശമില്ലാത്തതായിരുന്നു. അപ്പം +1 ഒരുപാട് കയറി വരുന്ന ആഴ്ചകളിൽ എനിക്ക് റാങ്ക് കുറവായിരിക്കും, +2 കൂടുതൽ വരുന്ന ആഴ്ചകളിൽ റാങ്ക് കൂടുതലായിരിക്കും. അങ്ങനെ ഭയങ്കര അൺസ്റ്റേബിൾ അല്ലെങ്കിലും എപ്പോഴും ഒന്നും ഫസ്റ്റ് വരത്തില്ലായിരുന്നു ആദ്യമൊന്നും. പക്ഷെ ഈ മോഡൽ എക്സാം ആയതിനു ശേഷം ഒരു തവണയോടെ നമുക്ക് കവർ ചെയ്യാൻ സമയം കിട്ടിയപ്പോൾ, ഒരു തവണയോടെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കോൺഫിഡൻസും ആയി. അതിനുശേഷമാണ് കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയത്. ആദ്യത്തെ ഒരു തവണ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു മെമ്മറി അല്ലല്ലോ ഒന്നും കൂടെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ മോഡൽ എക്സാമിന്റെ സമയം വരെ എനിക്കും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ. അന്നേ എനിക്കുള്ള ആഗ്രഹം ഡൽഹി എയിംസിലോ പോണ്ടിച്ചേരി ജിപ്മറിലോ കയറാനായിരുന്നു. അപ്പൊ ആ മോഡൽ എക്സാം തുടങ്ങുന്നവരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു മാർക്കിൽ റാങ്കിലേക്ക് എത്തുമെന്ന്. പക്ഷെ മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പം ബിജു സാർ ഇങ്ങനെ പറയും, നീ വിഷമിക്കണ്ട, നിനക്ക് 720 തന്നെ കിട്ടുമെന്ന് എപ്പോഴും ബിജു സാറും ടോം സാറും ഒക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സാറുമാരിങ്ങനെ പറയുമ്പോൾ ഞാനും ആലോചിക്കും, പിന്നെ അങ്ങ് 720 അടിക്കും എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാം എന്ന രീതിയിൽ എല്ലാ പരീക്ഷയും അങ്ങനെ തന്നെ ആയിരുന്നു എഴുതുന്നത്. പക്ഷെ ഏറ്റവും വലിയ തമാശ, ഒരു മോഡൽ എക്സാമിന് 720 കിട്ടിയിട്ടില്ല. അത് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരും. 720 ഞാൻ കിട്ടാൻ പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ആൻസർ മാറുന്നത്, ബ്രില്യന്റിലെ മോഡൽ എക്സാം നടക്കുമ്പോഴേ. പക്ഷെ അന്നേരവും എന്റെ കൂടെ ഉള്ളവർ പറയും, നിനക്ക് ബ്രില്യന്റിലെ മോഡൽ എക്സാമിന് 720 കിട്ടാത്തത് ശരിക്കുള്ള നീറ്റ് എക്സാമിന് 720 കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലായിടത്തും എനിക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോ മോഡൽ എക്സാം കഴിയുന്നതോറും എനിക്ക് അങ്ങനെ അപ്പം വാശി കയറും. 720 ചിലപ്പം ചെറിയൊരു വ്യത്യാസമായിരിക്കും ഉത്തരത്തിൽ വരുന്നത്, പക്ഷെ അവർക്ക് അത് അംഗീകരിക്കാൻ ശരിയല്ലാത്തത് കൊണ്ട് 715 മാറും. അപ്പൊ അന്നേരം എല്ലാം ഇങ്ങനെ ആലോചിക്കും, ശരിക്കുള്ള എക്സാമിന് 720 അടിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. 2025 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരോട്
ജിപ്പർ പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റായ ഞങ്ങളുടെ സ്വന്തം അഭിഷേക് വിജയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇത്രയും നാള് കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കിട്ടാനുള്ള സമയം ഇങ്ങനെ ആയി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മോഡൽ എക്സാമിന് കിട്ടുന്ന മാർക്ക് മുതൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വീക്ക്ലി എക്സാമിന് നമുക്ക് ചിലപ്പം കൂടാം, ചിലപ്പോൾ കുറയാം. കാരണം ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല വശമുള്ള ടോപ്പിക് ആണെങ്കിൽ നമുക്ക് നല്ല റാങ്ക് കിട്ടും. അത്രയും വശം ഇല്ലെങ്കിൽ അത്രയും റാങ്ക് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ മോഡൽ എക്സാം എത്തുമ്പം കുറച്ച് ഓൾറൗണ്ട് ആയിട്ടാണ് എക്സാം വരുന്നത്. ഒരു 3-4 പാഠമൊക്കെ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്നൊരു രീതിയിലേക്ക് ആദ്യം വരും. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം ഫുള്ള് വരും. ഫുള്ള് +1 +2 വരും. അപ്പോൾ മോഡൽ എക്സാം എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മുടെ മാർക്കിനെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഇതുവരെ പഠിച്ചതിനെ പറ്റി ഇനിയിപ്പം കഴിഞ്ഞത് ചിന്തിക്കണ്ട. നമുക്ക് ഇതുവരെ കിട്ടിയ റാങ്ക് ഇപ്പോൾ കുറവാണെങ്കിൽ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം നമുക്ക് മോഡൽ എക്സാം എത്തുമ്പോഴുള്ള പ്രത്യേകത കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ജനറലൈസ്ഡ് ആയിരിക്കും. അത്രയും ഇൻഡെപ്ത് കയറി വരണമെന്നില്ല. അപ്പോൾ നമുക്കൊരു ജനറലായിട്ടൊരു ഐഡിയ മിക്ക പാഠങ്ങളിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടും ഇപ്പം കിട്ടുന്നതിനെ കാട്ടി. അത് നമുക്ക് അന്നേരം നമുക്ക് മനസ്സിലാവും നമ്മളെ ഇനി എത്രമാത്രം പഠിക്കണം. ഇപ്പം നമുക്ക് ചിലപ്പം മാർക്ക് കുറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പഠിക്കാനായിട്ടായിരിക്കത്തില്ല. നമുക്കറിയാവുന്ന തന്നെ ചോദിച്ചില്ലെന്നുള്ളൊരു അവസ്ഥയായിരിക്കും ശരിക്കും സംഭവിച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ മോഡൽ എക്സാമിന് വരുമ്പോൾ മിക്ക ക്വസ്റ്റിനും ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ഉറപ്പായിട്ടും അറിയണം എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കപ്പോഴും മോഡൽ എക്സാമിന് വരുന്നത്. ആ മാർക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പം ഇപ്പം പെൻഡിങ് ഉള്ളത് പരമാവധി നമുക്ക് തീർക്കാൻ നോക്കിയാൽ കഴിഞ്ഞാൽ ഒരു മോഡൽ എക്സാം ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് ക്യാച്ചപ്പ് ചെയ്യാം. അപ്പം ഒരു തവണയും കൂടെ ആ കാര്യം വായിക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആവും. അപ്പോൾ മെയ് മാസത്തേക്ക് ഇനിയും 4-5 മാസമുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക. ഫിസിക്സിൻ്റെയൊക്കെ തിയറി ജസ്റ്റ് ഇനി ഒന്ന് നോക്കിയാൽ മതി. അതേം തിയറി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സ് തിയറി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് കയറുക. ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ആലോചിച്ചിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന ആ തിയറി തെറ്റാണെന്ന്. അപ്പോൾ ആ തിയറി മാത്രം ഇരുന്ന് വായിക്കുക. വെറുതെ അറിയാവുന്ന തിയറി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി പഠിക്കാനും കെമിസ്ട്രി പഠിക്കാനുള്ള സമയം അവിടെ പോത്തതേ ഉള്ളൂ. അപ്പോൾ ഫിസിക്സ് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറുക. കെമിസ്ട്രി പിന്നെ പല രീതിയാണ്. ഇനോർഗാനിക്കിന് നമ്മൾ ബയോളജി പഠിക്കുന്ന പോലെ പഠിച്ചേ പറ്റൂ. ഓർഗാനിക്ക് കുറച്ചുകൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. ഫിസിക്കൽ കെമിസ്ട്രി പിന്നെ ഫിസിക്സ് കണക്ക് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് NCERT മാത്രം ഫോളോ ചെയ്താൽ മതി. വേറെ ഗൈഡുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. തിയറി അധികം വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. NCERT മാത്രം വായിച്ചാൽ മതിയാവും. NCERT നമ്മൾ ഒരുപാട് തവണ വായിക്കുമ്പോൾ നമുക്ക് തന്നെ NCERT ഫുള്ളും കാണാപ്പാടാവും. എന്ന് വെച്ചാൽ നമ്മൾ NCERT സ്കാൻ ചെയ്ത് കണക്ക് നമുക്ക് സെൻറ്റൻസ് കിട്ടും. അത് പക്ഷേ ഒരുപാട് തവണ വായിക്കേണ്ടി വരും. പക്ഷേ ബയോളജി അങ്ങനെ പഠിച്ചാലേ ഇപ്പോഴത്തെ നീറ്റിന് മാർക്ക് കിട്ടും. എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നോളജുള്ള ആൾക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷേ ബയോളജിയിൽ അവർ എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കോർണറിൽ കിടക്കുന്ന നമ്പറായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ബയോളജി NCERT നല്ല തറവായിരിക്കുക. നീറ്റ് 2025 പെർഫെക്റ്റ് ആയിട്ട് നടക്കട്ടെ. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. 2024 നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ചെറിയൊരു ടെൻഷനിലൂടെയും ആദിയിലൂടെയൊക്കെ കടന്നു പോയിരുന്ന ഒരാൾ തന്നെയായിരുന്നു അഭിഷേക് വിജയ്. പക്ഷേ ലക്ഷ്യമുറച്ചതായിരുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കൃത്യമായ ദീർഘവീക്ഷണമുള്ളൊരു വിദ്യാർത്ഥിയും കൂടിയായിരുന്നു അഭിഷേക് വിജയ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മിടുക്കനായിട്ട് നല്ല സ്കോർ കരസ്ഥമാക്കി രാജ്യത്തിനും നാടിനുമൊക്കെ അഭിമാനമായി ഇപ്പോൾ ജിപ്പർ പോണ്ടിച്ചേരിയിൽ എത്തി നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവരെ കോൺഫിഡൻസ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ 2025 ഫസ്റ്റ് ഇയേഴ്സിനെയും അതുപോലെ ജിപ്മറിലുള്ള ബ്രില്യൻറ്റിയൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബ്രില്യൻ ടീം ജിപ്മറിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഇയേഴ്സിനെയൊക്കെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ എല്ലാവരോടും ഒപ്പം ഏറ്റവും മുൻപന്തിയിൽ തന്നെ അഭിഷേക് വിജയം ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.